എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഹെവി ബ്ലീഡിംഗ് ഉള്ള ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന പീരിയഡ് പാഡാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ലീക്ക് പ്രൂഫ് ആയിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇത് നോക്കുക, ഒരു ചാർട്ട് പേപ്പർ ഞാൻ എടുത്തിട്ട് അതിനെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. മടക്കിയിട്ടുള്ളതിന് ശേഷം ഇതിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ മാർക്ക് ചെയ്യണത് നോക്കുക, 4 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 1.5 ഇഞ്ചാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണത്. ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഇതിനെ ഒരു ഷേപ്പാക്കി മാറ്റുക. ചെറിയൊരു ചെരുവുള്ളൊരു ഷേപ്പാണ് വരയ്ക്കുന്നത്. അതിനുശേഷം ഇതിന് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക നമ്മൾ. ഓക്കെ, ഇതുപോലൊരു ഷേപ്പ് കൊടുത്തതിന് ശേഷം ഇനി നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളൊരു 1.5 ഇഞ്ച് ഇവിടേക്ക് മാർക്ക് ചെയ്യുക. തിരിച്ച് മുകളിലേക്ക് ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് സൈഡ് വിങ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്കത് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിങ്സാണിത്, പാൻറ്റീസിലേക്ക് ക്ലിപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ആ മെഷർമെൻറ്റുകളെല്ലാം ഒന്നുകൂടി ഞാൻ കാണിക്കുകയാണ്. ഇനി നമ്മളിത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് പലരും ചോദിക്കാറുണ്ട് ഇത് റീയൂസബിൾ എങ്ങനെ വാഷ് ചെയ്യും എന്നൊക്കെയുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ കറക്റ്റ് ഷേപ്പ് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തേക്കാണ്. ഇതിന് ശേഷം നോക്കുക, ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് നോക്കുക. ഇത് ഒരു കോട്ടൺ ബനിയനാണിത്, 100% കോട്ടൺ ആയിട്ടുള്ള ബനിയനാണ്. അതിൽ നിന്ന് ഞാൻ ഇതുപോലെ തുണി കട്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ 2 ലെയർ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനെ ഒരു 3 ലെയർ ആക്കിയിട്ട് ഇങ്ങനെ മടക്കിയെടുക്കണം. അല്ലേ, 3 ലെയർ ആക്കിയിട്ട് നമ്മളിതിനെ മടക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഈ മാർക്ക് ചെയ്തെടുത്തതിൻ്റെ ഈ സെൻറ്റർ പോർഷൻ മാത്രം നമ്മൾ ഇതിൽ വെച്ച് മാർക്ക് ചെയ്തെടുക്കുക കറക്റ്റായിട്ട്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത് നമ്മൾ 100% കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഇത് കോട്ടൺ ടീഷർട്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം നല്ലോണം വെള്ളം ഇത് പിടിച്ചെടുത്തോളും. അപ്പോൾ അതുപോലെ ഉള്ള സാധനങ്ങളാണ് നമ്മളിതിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഈ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നോക്കുക, നമ്മളിതുപോലെ ഒരു പേപ്പറിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ. അതായത് ഒരു പ്രഷർ ഫുട്ടിൻ്റെ ഒരു പല്ല് വീതി നമ്മളിതുപോലെ വെച്ചിട്ട് ഇത് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. തയ്ച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈൻ കൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആവാതെ നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഫ്രീ ടൈമിൽ നിങ്ങൾ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ടുള്ള വെള്ളത്തിൽ ഇത് കഴുകി എടുത്തു കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ ഒരു തരി പോലും അതിൽ ഇല്ലാതെ നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് കിട്ടും. അത് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. നമ്മൾ ഇത് വേറൊരു തുണിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ തുണിയിൽ ഞാൻ വാഷബിൾ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നോക്കുക, ഇതുപോലെ നമുക്ക് ഇതിൽ വെച്ച് തയ്ക്കണം. അപ്പോൾ തയ്ക്കുന്നതിൻ്റെ മുന്നേ നോക്കുക, നമ്മൾ ആദ്യം വരച്ചെടുത്തിട്ടുള്ള ഈ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇതിൽ ഞാൻ ഇതിനെ ലീക്ക് പ്രൂഫ് ആക്കാനുള്ള ഒരു പണി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനത് നിങ്ങളതിനെ സജസ്റ്റ് ചെയ്യില്ല. കാരണം അത് ലീക്ക് പ്രൂഫ് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രം അത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യരുത്. അപ്പോൾ നോക്കുക, ഇതുപോലെ വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തയ്ച്ച് എടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഇനി ലീക്ക് പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ കാണിക്കുന്നത് കണ്ടു. ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഏറ്റവും ആദ്യം ഈ തുണിയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ പാഡ് വെക്കുന്നത്. ഈ പാഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, നമുക്ക് ഇത് ലീക്ക് പ്രൂഫ് ആവും, ലീക്ക് അടിക്കില്ല. അപ്പോൾ പലർക്കും ഒരു ചോദ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ, ഇത് ലീക്ക് ആവില്ല എന്ന്. അപ്പോൾ ആ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നോക്കുക, നമ്മൾ ഏറ്റവും ആദ്യം ഇതിൻ്റെ സെൻറ്റർ കോഡ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് ചുറ്റും നമ്മൾ തയ്ച്ചെടുക്കണം. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഈ കോട്ടൻ്റെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഒരു പീസ് ചെയ്യാതെ ഇതുപോലൊരു 3-4 പീസ് നിങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് യൂസ് ചെയ്ത് പോകാൻ, റീയൂസ് ചെയ്യാം. ഒരു 6 മാസത്തോളം നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ, സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പോൾ നിങ്ങൾക്കിത് ചേഞ്ച് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു പ്രശ്നമാണ് നിങ്ങൾ ഇതിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കമൻറ്റുകൾ. അപ്പോൾ അതിനുള്ള ചെറിയൊരു സൊല്യൂഷനാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്യണത്. അപ്പോൾ ഇത് മുഴുവൻ ചേഞ്ച് ചെയ്യാതെ നമുക്ക് ഹെവി ബ്ലീഡിംഗ് ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കിത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മുഴുവനായിട്ട് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കത് മനസ്സിലാവും, അത് ചെയ്യേണ്ട രീതി മനസ്സിലാവും. അപ്പോൾ പ്രത്യേകിച്ച് ഇത് നിങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്താൽ അതിന് കൂടെ തന്നെയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൽ ലീക്ക് പ്രൂഫ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓൾറെഡി ഞാനിതിൽ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുണ്ട്, വാഷബിൾ. അതിന് ശേഷം നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറും കൂടി ഇതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ വേറെ ഒരു തുണിയിലും കൂടിയും വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പണി തീർന്നു. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ചെറിയ ഒരു പണിയുണ്ട്. ഞാൻ പറഞ്ഞത് ഹെവി ബ്ലീഡിങ് ദിവസങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യണതെന്ന്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലത്തെ ഈ സ്റ്റിച്ച് നമ്മൾ പൊട്ടിച്ച് കളയുക. ഇനി നമ്മൾ എടുക്കുന്നത് നോക്കുക, ഇത് ഒരു ചെറിയൊരു കോട്ടൺ തുണിയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ നോക്കുക, ഒരു 1.5 ഇതിൻ്റെ വീതിയുണ്ട്. ഇതിന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മടക്കി തയ്ക്കുക. നമ്മൾ പാവാടയുടെ വള്ളിയും അതുപോലെ ചുരിദാറിൻ്റെ ചൂരി ബോട്ടത്തിൻ്റെ വള്ളിയൊക്കെ തയ്ക്കുന്ന പോലെ മടക്കി ഇങ്ങോട്ട് തയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെന്ന് നോക്കുക, ഇതൊന്ന് നമ്മൾ 2 പീസ് ഇതുപോലെ 2 പീസ് വെട്ടിയെടുത്ത് നമ്മളിതിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ 2 പീസ് ഇതിൻ്റെ 2 സൈഡിൽ നമ്മൾ വെച്ച് തയ്ക്കുക. ഈ 2 ഭാഗത്ത് ഇതുപോലെ വെച്ച് തയ്ക്കണം. തയ്ച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിയിലത്തെ ലെയറും കൂടി വെച്ച് തയ്ക്കാം. അപ്പോൾ ഇത് നോക്കുക, ഇത് ജസ്റ്റ് ഒന്ന് ഏറ്റവും ആദ്യം ഇതിൻ്റെ സൈഡിൽ വെറുതെ ഒന്ന് വെച്ച് തയ്ക്കുക. നമ്മൾ രണ്ടാമത്തെ ഇത് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്താണ് ഇത് കറക്റ്റായിട്ട് പിടിക്കുന്നത്. പക്ഷേ ഇത് ഒന്ന് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ നോക്കുക, നമ്മൾ ഇതിൽ തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി നോക്കുക, ഇങ്ങനെ നമ്മൾ ഈ താഴത്തെ ലെയർ തുണി കൂടി വെച്ചിട്ട് കറക്റ്റായിട്ട് ഈ ലൈനിൽ കൂടെ തയ്ച്ചെടുക്കുക. അപ്പോൾ തയ്ച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്റ്റാർട്ട് ചെയ്യണത് ഭാഗത്തും അവസാനിക്കുന്ന ഭാഗത്തും നമ്മളിവിടെ ചെറിയൊരു സ്പേസ് വിടണം. കാരണം ഇത് നമ്മൾ തയ്ച്ചിട്ട് ഇതിനെ
അകമ്പുറം തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വിങ്സ് വരച്ചിട്ടുള്ള ഈ ഭാഗത്ത് ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ചിങ് ഒഴിവാക്കിയിട്ടിട്ട് വേണം നമ്മൾ ഇത് തയ്ച്ചെടുക്കാൻ. അത് മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇനി ഇത് തയ്ച്ചെടുക്കുക. കറക്റ്റ് നമ്മൾ ആ എഡ്ജ് കൂടെ വേണം തയ്ക്കാൻ. നമ്മളിതിൻ്റെ മാർക്കിംഗ് ലൈനിൽ കൂടിയും അതുപോലെ തന്നെ നമ്മൾ പാഡ് ചെയ്ത് വെച്ചിട്ടുള്ളതിൻ്റെ കറക്റ്റ് എഡ്ജ് കൂടിയും തയ്ച്ചെടുക്കുക. ഞാൻ പണിയാം. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കറക്റ്റായിട്ട് ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇത് കട്ട് ചെയ്ത് എടുക്കുക. എല്ലാ ഭാഗവും കട്ട് ചെയ്ത് കറക്റ്റായിട്ട് കളയുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കോർണറുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് റൗണ്ട് എഡ്ജുകളും നമ്മൾ നെക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നോക്കുക, ഇനി നമ്മൾ ഇവിടെ ആ കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ടുള്ള ഈ ഭാഗത്ത് കൂടെ നമ്മളിത് അകമ്പുറം മറിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഉള്ളിൽ നിന്ന് പിടിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇത് മറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ പണി 1/4 ഭാഗം കഴിഞ്ഞു. പുതിയ ജനറേഷനിലുള്ള ആൾക്കാർക്കാണ് ഇത് ഉപയോഗിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ വേറൊന്നുമല്ല, 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ റെഡിമെയ്ഡ് നമുക്ക് കിട്ടും. പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് ആരും ഒരിക്കലും ചിന്തിക്കണമില്ല, ആരും ഒരിക്കലും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്നുള്ളത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. കണ്ടില്ലേ, ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഓപ്പൺ വെച്ചിട്ടുണ്ടായിരുന്ന ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ചുറ്റും ഒരു റൗണ്ട് ഇത് തയ്ച്ചെടുക്കുക. ഞാനൊരു കാര്യം പറയുകയാണ്, കാരണം പണ്ട് കാലത്തൊന്നും യൂട്രസ് റിമൂവൽ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ചെയ്യേണ്ടി വന്നിരുന്നുള്ളൂ. ഇന്ന് ഏറ്റവും കൂടുതൽ നിലവിലുള്ള ഒരു ഓപ്പറേഷനായി മാറിക്കഴിഞ്ഞു യൂട്രസ് റിമൂവൽ. അതുപോലെ തന്നെ IVF ട്രീറ്റ്മെൻറ്റും. ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു സാനിറ്ററി നാപ്കിൻ എന്നൊരു സാധനം മാത്രമാണ്. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. കറക്റ്റായിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കാണാം 2 സ്ട്രാപ്പ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ ഇനി ഇതുമേ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പ്രസ് ബട്ടൺ ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കുക, ഇതിൻ്റെ 2 സൈഡിലും ഈ പ്രസ് ബട്ടൺ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ടൂളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ ടൂൾ വെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമുള്ളൂ. അപ്പോൾ ഈ ചെറിയൊരു പ്ലെയർ വെച്ചിട്ട് നമുക്കിത് ഫിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ചെറിയ ഹാമറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ഈ ടൂൾ കിട്ടുമ്പോൾ നമുക്ക് മെയിലും ഫീമെയിലും കിട്ടും. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഏതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഫിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു പണിയും നമ്മൾ കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ പീരിയഡ് പാഡ് കംപ്ലീറ്റ് ആയി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, പലരും ചോദിക്കാറുള്ള ആ ചോദ്യം, ഇനി ഹെവി ബ്ലീഡിംഗ് ഉള്ള ദിവസം നിങ്ങൾക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഇതിൽ പ്രത്യേകമായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രാപ്പ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹെവി ബ്ലീഡിംഗ് ഉള്ള ദിവസം കണ്ടു നമുക്ക് ഇതുപോലെ നിങ്ങൾ കോട്ടൺ തുണി എക്സ്ട്രാ കരുതി വയ്ക്കുക. കരുതി വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്ത് നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈ ആവാൻ അനുവദിക്കരുത്. ഇതുപോലെ ഒരു സീൽ ചെയ്യാവുന്ന ഒരു പ്ലാസ്റ്റിക് കവറിൽ നിങ്ങൾ ഇത് സൂക്ഷിക്കുക. അപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും ഇത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈകിട്ട് വീട്ടിൽ വന്ന് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഒരു തരി പോലും ബ്ലഡ് ഇല്ലാതെ ഇത് ക്ലീൻ ചെയ്ത് കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.